എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വത്തിൽ നടത്തുന്ന LDC എക്സാം സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിതൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, പാർട്ട് ഓഫ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ്റർപ്രറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ദ ഡേറ്റ ഫോർ പ്രോസസ്സിംഗ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഈ ഭാഗം നിർദ്ദേശത്തെ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സിങ്ങിനായി ഡാറ്റ കൈമാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, കൺട്രോൾ യൂണിറ്റാണ്. കമ്പ്യൂട്ടറിൻ്റെ മസ്തിഷ്കമാണ് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എല്ലാ പ്രധാന ഗണിത ക്രിയകളും താരതമ്യങ്ങളും നടത്തുന്നത് CPUവിലാണ്. കമ്പ്യൂട്ടറിലെ മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പ്രവർത്തനക്ഷമമാക്കുന്നതിനുമുള്ള ചുമതലയും CPUവിനുണ്ട്. CPUവിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന അതിലെ 3 ഭാഗങ്ങളാണ്: അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അഥവാ ALU, കൺട്രോൾ യൂണിറ്റ് അഥവാ CU ആൻഡ് രജിസ്റ്റേഴ്സ്. എല്ലാ ഗണിതക്രിയകളും തീരുമാനങ്ങളും അഥവാ ലോജിക്കൽ ഓപ്പറേഷൻ നടപ്പിലാക്കുന്നതും ALU ആണ്. കൺട്രോൾ യൂണിറ്റ് അഥവാ CU ആണ് കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഘടകത്തിൻ്റെയും പ്രവർത്തനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇത് കമ്പ്യൂട്ടറിൻ്റെ മറ്റെല്ലാ ഘടകങ്ങളെയും പരസ്പരം കൂട്ടിയിണക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയാണെന്ന് പറയാം. രജിസ്റ്റർ എന്നാൽ CPUവിലെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുന്നതിനുള്ള താൽക്കാലിക സംഭരണ ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം, ദ പ്രിൻറ്റഡ് ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള അച്ചടിച്ച ഔട്ട്പുട്ടിനെ എന്താണ് വിളിക്കുന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഹാർഡ് കോപ്പിയാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നു. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ പേപ്പറിൽ സ്ഥിരമായ ഒരു രേഖ ഉണ്ടാക്കുന്നു. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്ന സാധാരണ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് പ്രിൻ്ററുകളും പ്ലോട്ടറുകളും. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ ലഭ്യമാകുന്നു. അവ ഒരു സ്ഥിരമായ രേഖ ഉണ്ടാക്കുന്നില്ല. ഒരു സാധാരണ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഉപകരണമാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ വീഡിയോകൾ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് അപ്ലൈഡ് ടു ഫിക്സ് ദ ബഗ്സ് ഫൗണ്ട് ഇൻ എ സോഫ്റ്റ്വെയർ ആഫ്റ്റർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷന് ശേഷം കണ്ടെത്തിയ ബഗ്ഗുകൾ പരിഹരിക്കുന്നതിന് ഡാഷ് പ്രയോഗിക്കുന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, പാച്ചാണ്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമിലെ ബഗ്ഗുകൾ ഫിക്സ് ചെയ്യാനും പ്രോഗ്രാം പെർഫോമൻസ് കൂട്ടാനും അതിൻ്റെ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഫിക്സ് ചെയ്യാനുമുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളെ പാച്ചുകൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെയിൻ മെമ്മറി ഈസ് കോൾഡ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്നതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ബൂട്ടിംഗ് ആണ്. കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫാക്കുന്നതുവരെ മെമ്മറിയിൽ നിലനിൽക്കുന്ന പ്രോഗ്രാമാണിത്. എന്നാൽ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പ്രോഗ്രാം ബയോസ് ആണ്. ബയോസിൻ്റെ ഫുൾ ഫോമാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. റോമിൽ അടങ്ങിയിരിക്കുന്ന ബയോസിനെ പ്രവർത്തിപ്പിക്കുന്നതിന് ബൂട്ടിംഗ് എന്ന് പറയുന്നു. ബയോസ് ഒരു കമ്പ്യൂട്ടറിനെ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, 1 കിലോബൈറ്റ് ഓഫ് മെമ്മറി ഈസ് ഇക്വലൻ ടു ഡാഷ് ബൈറ്റ്സ്. ഒരു കിലോബൈറ്റ് മെമ്മറി ഡാഷ് ബൈറ്റുകൾക്ക് തുല്യമാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 1024 8 ബിറ്റാണ് ഒരു ബൈറ്റ്. അങ്ങനെ 1024 ബൈറ്റ് ചേർന്നാണ് ഒരു കിലോ ബൈറ്റ് അഥവാ KB. മുൻ ക്ലാസ്സിൽ നമ്മളിത് വിശദമായി ഡിസ്കസ് ചെയ്താണ്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്ത ചോദ്യം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഈസ്. ഒരു പ്രത്യേക പ്രോബ്ലം പരിമിതമായ ഘട്ടങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നിർദ്ദിഷ്ട ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടം ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, പ്രോഗ്രാമാണ്. ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിനായി കമ്പ്യൂട്ടർ നൽകുന്ന നിർദ്ദേശങ്ങളുടെ പരമ്പര അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാം. പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഹൈ ലെവൽ ലാംഗ്വേജസ് ആയ C++, പൈത്തൺ തുടങ്ങിയവയും കൂടാതെ അസംബ്ലി ലാംഗ്വേജുമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഭാഷാ പ്രോസസ്സർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സർ എന്താണെന്ന് നോക്കാം. ഹൈ ലെവൽ ഭാഷകളിലോ അസംബ്ലി ഭാഷകളിലോ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെ യന്ത്രഭാഷ അഥവാ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനാണ് ഭാഷാ പ്രോസസ്സറുകൾ ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഭാഷാ പ്രോസസ്സറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അസംബ്ലർ. അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ ഉപയോഗിക്കുന്നു. അടുത്താണ് ഇൻ്റർപ്രറ്റർ. ഉയർന്ന തലത്തിലെഴുതിയ അഥവാ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇൻ്റർപ്രറ്റർ. ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ വെളിപ്പെടുത്തുകയും പ്രവർത്തനം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റ് തിരുത്തിയതിന് ശേഷം മാത്രമേ വിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ തുടങ്ങുള്ളൂ. ബേസിക് ഒരു ഇൻ്റർപ്രറ്റഡ് ഭാഷയാണ്.
അടുത്തത് കമ്പൈലറാണ്. ഉയർന്ന തലത്തിലുള്ള ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ. ഒറ്റ തവണ കൊണ്ട് തന്നെ ഇത് പ്രോഗ്രാം മുഴുവനായി വ്യാഖ്യാനിക്കുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ കമ്പൈലേഷൻ്റെ അവസാനം ക്രമനമ്പറോട് കൂടി സന്ദേശങ്ങളായി സ്ക്രീനിൽ തെളിയും. തെറ്റൊന്നുമില്ലെങ്കിൽ കമ്പൈലർ ഒരു ഒബ്ജക്റ്റ് ഫയലാണ് സൃഷ്ടിക്കുന്നത്. കമ്പൈലർ ഉപയോഗിച്ചുള്ള തർജ്ജമയെ കമ്പൈലേഷൻ എന്നാണ് പറയുന്നത്. തർജ്ജമയ്ക്ക് ശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് കമ്പൈലർ മെമ്മറിയിൽ ആവശ്യമില്ല. കമ്പൈലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് C++, പാസ്കൽ തുടങ്ങിയവ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഇനി പറയുന്നവയിൽ ഏത് ഔട്ട്പുട്ട് ഉപകരണമല്ല എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഹാർഡ് ഡ്രൈവ് ആണ്. ഹാർഡ് ഡ്രൈവ് ഒരു മെമ്മറി ഡിവൈസാണ്. ഹാർഡ് ഡ്രൈവ് ഒരു സെക്കൻഡറി മെമ്മറി ഡിവൈസ് ആണെന്ന് കൂടി ഓർക്കുക. ഇതിന് ഉയർന്ന സംഭരണ ശേഷിയും ഡാറ്റ ആക്സസ് ചെയ്യാൻ കുറഞ്ഞ സമയവും മതി. അടുത്ത ചോദ്യം, എ കമ്പ്യൂട്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ഓൺ നെറ്റ്വർക്ക് ഈസ് കോൾഡ്. നെറ്റ്വർക്കിലെ വിഭവങ്ങൾ പങ്കിടാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുക എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സെർവറാണ്. ഒരു വിനിമയ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെയും മറ്റ് കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഉപകരണങ്ങളുടെ ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ ശൃംഖല അഥവാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഏത് ഉപകരണത്തെയും നോഡ് എന്നാണ് പറയുന്നത്. ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിൽ ക്ലയൻറ്റ് അല്ലെങ്കിൽ റിസീവർ ആയിരിക്കും ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സെർവർ അല്ലെങ്കിൽ സെൻഡർ ആയിരിക്കും ഈ റിക്വസ്റ്റിനെ പരിഗണിച്ച് വേണ്ട സേവനം നൽകുന്നത്. വെബ് സെർവറുകൾ ഇതിനൊരു ഉദാഹരണമാണ്. ഇവിടെ വെബ് ബ്രൗസർ ഒരു ക്ലയൻറ്റാണ്. വേണ്ട വെബ്സൈറ്റ് നെയിം നൽകുമ്പോൾ ഒരു വെബ് സെർവർ ആ റിക്വസ്റ്റ് പരിഗണിച്ച് ശരിയായ വെബ് പേജ് നൽകുന്നു. അടുത്ത ചോദ്യം, ദ റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഈസ് ഡിപ്പെൻസ് ഓൺ. ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്ക്രീനിൻ്റെ പിക്സലുകളുടെ എണ്ണം. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. തിരശ്ചീനമായും ലംബമായും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന പരമാവധി പിക്സലുകളെ മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. റെസൊല്യൂഷനുകൾക്ക് ഉദാഹരണമാണ് 800x600 അല്ലെങ്കിൽ 1024x768 അല്ലെങ്കിൽ 1600x1200 തുടങ്ങിയവ. സ്ക്രീനിലെ പിക്സലുകൾ തമ്മിലുള്ള അന്തരം ഡോട്ട് പിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ ഡോട്ട് പിച്ച് ഉള്ള ഒരു സ്ക്രീനിൽ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്നു. അടുത്ത ചോദ്യം, എ ഡാഷ് ഡിസ്പ്ലേസ് എ വെബ് ഡോക്യുമെൻ്റ് ആൻഡ് എനേബിൾസ് യൂസേഴ്സ് ടു ആക്സസ് ഡോക്യുമെൻറ്റ്സ്. വെബ് ഡോക്യുമെൻറ്റ്സ് പ്രദർശിപ്പിക്കുകയും ഡോക്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, വെബ് ബ്രൗസറാണ്. വെബ് പേജുകൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് വെബ് ബ്രൗസറുകൾ. സാധാരണയായി ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകളാണ് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഓപ്പറ, സഫാരി, ബിങ്, എഡ്ജ്, ഡക്ക് തുടങ്ങിയവ. അടുത്ത ചോദ്യം, ദ ടു പാർട്സ് ഓഫ് എ ഇമെയിൽ ID ആർ. ഇമെയിൽ IDയുടെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യൂസർ നാമവും ഡൊമെയിൻ നാമവും. ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ. ഒരു ഇമെയിൽ വിലാസത്തിൻ്റെ ഘടനയാണ് യൂസർ നെയിം മറ്റ് ഡൊമെയിൻ നെയിം എന്നത്. ഒരു ഇമെയിൽ വിലാസത്തിൽ @ ചിഹ്നത്താൽ വേർതിരിക്കപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ഇമെയിൽ വിലാസക്കാരനെ തിരിച്ചറിയുന്നതിനുള്ള യൂസർ നെയിമാണ് ആദ്യ ഭാഗത്ത്. ഇമെയിൽ സെർവറിൻ്റെ ഡൊമെയിൻ നെയിം, അതായത് ഇമെയിൽ സേവനദാതാവിൻ്റെ പേരാണ് രണ്ടാം ഭാഗത്താകുന്നു. വെബ്സൈറ്റുകളായ gmail.com, ഹോട്ട്മെയിൽ തുടങ്ങിയവ ഇമെയിൽ സേവനം നൽകുന്ന വെബ്സൈറ്റുകളാണ്. ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് അല്ലെങ്കിൽ SMTP ആണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകൾ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ അഥവാ IMAP അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ POP ഉപയോഗിക്കുന്നു. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മോസില്ല തണ്ടർബേർഡ് എന്നിവ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. സ്വയം പകർത്താനും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, കമ്പ്യൂട്ടർ വൈറസ് ആണ്. അടുത്ത ചോദ്യം, ഫയർവാൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ്. താഴെ പറയുന്നതിൽ ഏത് പ്രതിരോധിക്കാൻ ഫയർവാളുകൾ ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, അനധികൃത ആക്സസ് ആണ്. കമ്പ്യൂട്ടറുകൾക്കും ശൃംഖലകൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ നേരിടുന്നതിന് പലവിധ പ്രതിരോധ മാർഗങ്ങളും കണ്ടെത്തൽ സംവിധാനങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഫയർവാൾ. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് സുരക്ഷ നൽകുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് ഫയർവാൾ. ഫയർവാൾ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് വിനാശകരമായ വിവരങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നു. അടുത്ത ചോദ്യം, ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ്സ് ലീഡർ ഈസ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. ഉപയോഗിക്കുന്നതിനും പകർപ്പെടുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും മാറ്റങ്ങൾ വരുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോക്താവിന് സ്വതന്ത്രം നൽകുന്ന സോഫ്റ്റ്വെയറാണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ. റിച്ചാർഡ് സ്റ്റോൾമാൻ ഒരു പ്രോഗ്രാമറും ഫ്രീ സോഫ്റ്റ്വെയർ വക്താവുമാണ്.
റിച്ചാർഡ് സ്റ്റാൾമാനാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ അഥവാ FSF സ്ഥാപിച്ചത്. ഗ്നു പ്രോജക്റ്റ് ആരംഭിക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. ഗ്നു പിന്നീട് ലിനക്സ് കേർണലുമായി ചേർന്നാണ് GNU ലിനക്സ് എന്ന പേരിൽ ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. ലിനക്സ് കേർണൽ നിർമ്മിച്ചത് ലിനസ് ടോൾവാർഡ്സ് ആണ്. അടുത്ത ചോദ്യം, ഇൻ ഡോക്യുമെൻറ്റ്സ് ഫോർമാറ്റിംഗ് ഡാഷ് ഫീച്ചർ ഈസ് യൂസ് ടു ഇൻസേർട്ട് സിമിലർ ഇൻഫർമേഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് എവറി പേജ്. പ്രമാണങ്ങളിൽ അഥവാ ഡോക്യുമെൻറ്റുകൾ എല്ലാ പേജിൻ്റെയും മുകളിൽ സമാന വിവരങ്ങൾ ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഹെഡറാണ്. ഡോക്യുമെൻറ്റുകളിൽ എല്ലാ പേജിൻ്റെയും മുകളിൽ സമാന വിവരങ്ങൾ ചേർക്കാൻ ഹെഡർ ഉപയോഗിക്കുന്നു. അതുപോലെ ഡോക്യുമെൻറ്റുകൾ എല്ലാ പേജിൻ്റെയും താഴെ സമാന വിവരങ്ങൾ ചേർക്കാൻ ഫൂട്ടർ ഉപയോഗിക്കുന്നു. ഒരു ഡോക്യുമെൻറ്റ് നൽകുന്ന മെയിൻ ഹെഡിംഗ് ആണ് അതിൻ്റെ ടൈറ്റിൽ. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്ഥത്തിൽ നടത്തുന്ന LDC എക്സാം സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തുനിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.